നമസ്കാരം ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ജോലിൻ്റെ ഇടയിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല, എനിക്ക് BTS ഹൗസ് ടൂർ ചെയ്യുന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ആയിരുന്നു നമ്മളെ ബ്ലാക്ക്പിങ്കിൻ്റെ ഹൗസ് ടൂർ ചെന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും യോങ്സാൻ ഡിസ്ട്രിക്റ്റിൽ, അതായത് എൻ്റെ ഏരിയയിൽ ബ്ലാക്ക്പിങ്കിൽ ആരെങ്കിലും ഉണ്ടാകുന്ന നോക്കുന്ന സമയത്തായിരുന്നു എനിക്ക് കണ്ടത് ഒന്ന് ജെന്നി, ഒന്ന് ലീസ, പിന്നെ വേറെ ആളുള്ളൂ, നമുക്ക് പേര് പറഞ്ഞേ. അപ്പോൾ ശരിക്കും ബ്ലാക്ക്പിങ്ക് ഫാനൊന്നുമില്ല, ക്വാളിറ്റി മനസ്സിലായി കാണും. അങ്ങനെ ജെന്നിയുടെ വീട്ടിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. ലീസയുടെ വീട് ഞാൻ ഓൾറെഡി ചെയ്തിന്, അതായത് 9-1-ൽ ഡിസ്ക്രിപ്ഷൻ ചെയ്യാം. പിന്നെ അതിന് മുമ്പ് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഞാൻ ലക്കി അങ്ങനത്തെ ഒരു കമൻറ്റ് മാക്സിമം ഒഴിവാക്കാം. എന്നെ അവനെ തെറി വിളിച്ച പ്രശ്നമില്ല, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എനിക്ക് ഈ ഒരു ലക്കി നമ്മളെ ദിവസം നമുക്ക് കയറും, അപ്പോൾ ഈ ഒരു ലക്കി ഒന്നും മാക്സിമം ഒഴിവാക്കാൻ നോക്ക്. പിന്നെ അതുപോലെ തന്നെ കുറേ ആൾക്കാരോട് പറയാനുള്ളത് ഫേക്ക് വീഡിയോ അങ്ങനെ ഇങ്ങനെയൊക്കെ. ഫേക്കൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്ബറിൽ ചെക്ക് ചെയ്താൽ ആരുടെ വീട് പോലും കിട്ടിയ സാംസങ്ങിൻ്റെ പോലും. അതാണ് ഞാൻ ഓൾറെഡി എല്ലാ സെലിബ്രിറ്റീസിൻ്റെ വീടും എനിക്ക് അറിയുന്നത്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പിന്നെ നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ശരിക്കും ഈ ഒരു ലക്കി എന്ന് ഇത് കമൻറ്റ് ഇടുന്ന പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്നത് ശരിയില്ല. കാരണം കമൻറ്റ് ബോക്സിൽ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഓണസ്റ്റ് ഫീഡ്ബാക്ക് പറയാം, ഒന്ന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്തല്ലേ പറയാം, പിന്നെ അവർക്ക് അടുത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും കൂടി പറയാം. അതുകൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് ഞാൻ അധികം ഡിസേബിൾ. പക്ഷേ ഞാൻ BTSന് ഓൾമോസ്റ്റ് എല്ലാം ചെയ്ത് കാരണം അതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ചെയ്യേണ്ടത്. എന്നിട്ട് വീണ്ടും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വരുന്നു. കുറേ ആൾക്കാരെ റിമൂവ് ചെയ്ത്, കുറേ ആൾക്കാരെ ബാൻ ചെയ്തു. അപ്പം നമുക്കൊരു വെറുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കുറച്ച് ആൾക്കാർ പറഞ്ഞ് ഡിലീറ്റ് ചെയ്യല്ല, വേണം കമൻറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കാണും. താങ്ക് യു. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വന്നൊരു ഇതായിരുന്നു ബ്ലാക്ക്പിങ്കിൻ്റെ വീട് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ബ്ലാക്ക്പിങ്കിൽ ഒരാളുടെ, അതായത് ജെന്നിയുടെ വീട് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ജെന്നിയുടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക്പിങ്ക് ഫാനോ അങ്ങനെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഓണസ്റ്റായി പറയുകയാണ്, ബ്ലാക്ക്പിങ്കിൻ്റെ ഒറ്റൊരു പാട്ടേ ഞാൻ കേട്ടിരുന്നു. മറ്റേ പാട്ടിൻ്റെ പേര് നമ്മളെ തുത്തുരു അങ്ങനെ ഒരു പാട്ടില്ല, അത് മാത്രമേ കേട്ടില്ല. ശരിക്കും ജെന്നി ഇപ്പോൾ ഇവിടെ ഈ സ്ട്രീറ്റിൽ നടന്നു വരുന്നുണ്ട് പോലെ എനിക്ക് കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവത്തില്ല. പിന്നെ ഈ വീഡിയോ എങ്ങനെ കണ്ടുപിടിച്ചാന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ BTSൻ്റെ കുറച്ച് വീഡിയോ കിട്ടുന്ന സമയത്ത് ആൾക്കാർ പറയുന്നത് ഫേക്ക്, അവരുടെ വീഡിയോ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ ഒരു വീഡിയോസും പോസ്റ്റ് ചെയ്ത് ഫേക്ക് അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ചെക്ക് ചെയ്യാം. പിന്നെ ഏത് സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ Naver.com പോയാൽ കിട്ടും. പിന്നെ അതിനു മുമ്പ് ഈ കാണുന്ന ഒരു അപ്പാർട്ട്മെൻ്റ് ഇല്ലേ, ഇവിടെയാണ് നമ്മളെ സായി, നമ്മളെ ഗംഗൻ സ്റ്റൈലിലെ സായി താമസിക്കുന്നത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ വേറൊരു ആക്ടർ എന്തുകൊണ്ട് പേര് വന്നായി, അപ്പോൾ നമുക്കിന്ന് ജെന്നിയുടെ വീട് കാണാം. ശരിക്കും ജെന്നിയുടെ വീട് ഈ ഒരു ഇതാണ്. അപ്പോൾ ജെന്നിയുടെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ അവളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു വീടിൻ്റെ ഫോട്ടോസൊക്കെ കാണും. പക്ഷേ ജെന്നി താമസിക്കുന്നത് മൊത്തമല്ല, ഇതിൻ്റെ മുകളിൽ റൂഫ് ടോപ്പിലാണ്. അപ്പോൾ നമുക്ക് ഈ വഴി പോവാം. ജെന്നിയുടെ വണ്ടി അവിടെ ഉണ്ട് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഡെലിവറി പോകുന്ന സമയത്ത് ഈ ഒരു റൂട്ടിൽ കൂടിയാണ് പോകുന്നത്, ബേസ്മെൻറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡെലിവറി കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആയിരുന്നു. പക്ഷേ ജെന്നി താമസിക്കുന്ന സെക്കൻഡ് ഫ്ലോറിലാണ്, പെൻറ്റ് ഹൗസിലാണ്. പക്ഷേ ഈ വീടിൻ്റെ മറ്റൊരു ഭാഗത്ത്, അതായത് ഫ്രണ്ടിൽ മെയിൻ എൻട്രി അവിടെയാണ്. അവിടെ ശരിക്കും ഒരു എൻട്രി കൂടിയുണ്ട്. പക്ഷേ ജെന്നി സാധാരണ പോകുന്ന കാര്യമല്ല. കാരണം ജെന്നിക്ക് വീട്ടിലെ റൂമിലേക്ക് ആക്സസ് എങ്കിൽ ഈ ഞാൻ കാണിച്ച വഴി കൂടി പോകണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോകുന്നത് അവിടെ താമസിക്കുന്ന 2 ആൾക്കാരുണ്ട് അവിടെ, അതായത് ഈ അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടും കൂടി കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ബ്ലാക്ക്പിങ്കിൽ ലീസ അങ്ങനെ ഒരു പോപ്പില്ലേ, അവൾ താമസിക്കുന്നത് ഇവിടെയാണ്, ഇവിടെ 9-1 അപ്പാർട്ട്മെൻറ്റിൽ. 9-1 ആറും മറ്റേ ജിമിനും ഇപ്പോൾ താമസിക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. ഞാൻ ഓൾറെഡി ചെയ്തതാണ്, അപ്പോൾ വീണ്ടും ചെയ്യുന്നത് ശരിയല്ല. പിന്നെ അതുപോലെ തന്നെ വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഡാനിയൽ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ്, ഡ്രാമ ആക്ടറാണ്, ഇവിടെ റീസെൻ്റ്ലി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വില്ലേജിന് മൊത്തം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ആ വീഡിയോ കൂടി ഞാൻ പോസ്റ്റ് ചെയ്യാം ഇവിടെ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെയാണ് ജെന്നി താമസിക്കുന്നത്. ജെന്നിയുടെ റൂം ആ ടോപ്പിലാണ്. അവിടെ ചെറിയ ഗാർഡനൊക്കെ കണ്ട, ആ ഗാർഡൻ്റെ പുറത്ത് നിങ്ങൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ ജെന്നിയുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസ് താമസിക്കുന്നത്. ഇതവിടെ വേണം അറിയത്തില്ല, അതുകൊണ്ട് നോക്കാൻ മനസ്സ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ആൾ നിങ്ങൾ പോയി ചെക്ക് ചെയ്തോ. ലിങ്ക് പോയാൽ വില്ലേജിൽ മൊത്തം വീഡിയോസും കാണും. അതുപോലെ തന്നെ 9-1 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ ഒരു കാര്യം, നിങ്ങളിവിടെ കാണുന്നുണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഈ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോ ഒക്കെ അറിയുന്നത്.
നമ്മൾ ഡെലിവറി പോകുന്ന സമയത്ത് നമ്മളോട് ഷോപ്പിൽ നിന്ന് അവിടെ നിന്ന് പറയും നിങ്ങൾ പോകുന്നത് ഈ ഒരു വ്യക്തിയുടെ വീട്ടിലോട്ടാണ്. പിന്നെ അതുപോലെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു നെയ്ബർ കഫേ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ഡെലിവറി വേൾഡ് എന്നിട്ട് അത് പേതാൽ സേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാ സെലിബ്രിറ്റീസിൻ്റെ വീടും പോയ ലൊക്കേഷൻ ഓരോ ഡ്രൈവറും അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ അല്ലേ. അപ്പുറം കാണുന്നത് ഗംഗം. അപ്പോൾ ഈ ഏരിയയിലാണ് കൂടുതലും സെലിബ്രിറ്റീസ് താമസിക്കുന്നത്. ജെന്നി ഉണ്ടോ എന്ന് അറിയത്തില്ല, മേ ബി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജെന്നി എൻ്റെ ഫ്രണ്ട് കൂടി വന്നപ്പോൾ എനിക്കറിയത്തില്ല. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ഞാൻ തിരിച്ചു വരും. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.